സിസ്റ്ററെ, നിങ്ങൾ വിചാരിക്കുന്ന നിഷ്കളങ്ക ബുദ്ധിയോടുകൂടി ഒരിക്കലും ഇവരെ റീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇല്ലേ സിസ്റ്റർ പോയോ? ലീ സിസ്റ്റർ എവിടെ പോയോ? സിസ്റ്ററെ കാണുന്നില്ലല്ലോ. തിരക്കിലാണെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ അറസ്റ്റിലായ ഒരു യുവാവുണ്ട്, മുഹമ്മദ് സനൂഫ്. അവന്റെ വയസ്സ് 24 എന്നാണ് ഓൺലൈൻ മാധ്യമത്തിൽ കണ്ടത്. ഈ 24 വയസ്സിനകത്ത് അവന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന രാജ്യവിരുദ്ധത ഏതു പങ്കിലാണെന്ന് ആലോചിച്ച് നോക്ക്. പഹൽഗാമില് 29 ആളുകളെ ജാതി ചോദിച്ച്, പേര് ചോദിച്ചു, മതം ചോദിച്ച്, ലിംഗം ഛേദിച്ചിട്ടുണ്ടോ എന്നു നോക്കി മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവരുടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇണകളുണ്ട്, അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് കൊന്നത്. ആ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുമ്പോൾ അതിന്റെ താഴെ വന്ന മുഹമ്മദ് സനൂഫിന്റെ കമന്റ് കണ്ടാൽ നമുക്കറിയാം ഇവൻ ഏത് രൂപത്തിലുള്ള ഒരു ഭീകരനാണെന്ന്. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങള് ഇവരെ കൊന്നു കളഞ്ഞത് എന്നതായിരുന്നു ആദ്യത്തെ സെന്റൻസ്. അപ്പോൾ ഈ 29 പേരെ കൊന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പാകിസ്ഥാൻ ഭീകരർ ഇവന്റെ സഹോദരങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇന്ത്യയിലേക്ക് കടന്നു കയറണം, ആ മുസ്ലിങ്ങളെ മുഴുവനും കൊല്ലണം, മുസ്ലിങ്ങളെ രക്ഷിക്കണം, ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷിച്ച് കാശ്മീർ നമുക്ക് പിടിച്ചെടുക്കണം, ഇന്ത്യയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു നമ്മൾ. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റൂ. ഒരു ദിവസം നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ച് ഞങ്ങൾ നിന്റെയൊക്കെ മുമ്പിൽ വരും എന്നാണ് ആ മുഹമ്മദ് സനൂഫ് പറഞ്ഞത്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഇന്ത്യ വിരുദ്ധതയല്ല, അന്യമത വിരുദ്ധതയല്ല. അവൻ ജീവിച്ചു വളർന്ന പശ്ചാത്തലവും അവന്റെ മാതാപിതാക്കളും കുടുംബവും അവൻ പഠിപ്പിക്കപ്പെട്ട അധ്യാപകർ, ഇതെല്ലാം ഒരു പരിധിവരെ ഇവനിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനുമെതിരെ വളരെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളും അന്വേഷണ ഏജൻസികളും നിലവിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇവരെ രക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. എതിരെ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാർ പ്രത്യക്ഷപ്പെട്ടു വരും. UAPA നിയമമൊന്നും ചെറിയ നിയമങ്ങളല്ല. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭീകരവാദ വിരുദ്ധ നിയമമാണ് UAPA. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും തീവ്രവാദിയായിട്ട് പ്രഖ്യാപിക്കാനും കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഈ നിയമത്തിലൂടെ സർക്കാരിന് അധികാരമുണ്ട്. ജാമ്യം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിലുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നതൊരു ചോദ്യമാണ്. അതുപോലെ NIA പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസി അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്നതിനു വേണ്ടി 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ ഭീകരതയെ പ്രതിരോധിക്കാൻ രൂപീകരിച്ച കേന്ദ്ര ഏജൻസി കൂടിയാണത്. രാജ്യത്തിന്റെ ഏത് ഭാഗത്തും പോലീസിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ തന്നെ ഭീകരവാദ കേസുകൾ ഏറ്റെടുത്ത് അന്വേഷിക്കാൻ NIAക്ക് അധികാരമുണ്ട്. അതൊക്കെ നടന്നിട്ടും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഭീകരവാദവും തീവ്രവാദവും നടക്കുന്നുണ്ട് എന്നതാണ് അത്ഭുതം. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇറങ്ങുന്ന ആള്, ശിക്ഷ വാങ്ങിയിട്ട് ഇറങ്ങുന്ന ആള് വീണ്ടും പീഡിപ്പിക്കുന്നില്ലേ? പിന്നെ മറ്റൊന്നാണ് പുതിയ നിയമം, ഭാരതീയ ന്യായ സംഹിത. അതൊരു 1.5 വകുപ്പാണ്. രാജ്യദ്രോഹം, രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കർശനമായ രൂപത്തിൽ ശിക്ഷിക്കത്തക്കവണ്ണമുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നിയമത്തില്. പക്ഷെ ഇതൊക്കെ എവിടെ പ്രാവർത്തികമാക്കുന്നു എന്നതൊരു ചോദ്യമാണ്. നമ്മുടെ രാജ്യം, ഇപ്പം ലീ സിസ്റ്റർ പറഞ്ഞു തുടങ്ങിയത് തന്നെ, ഇന്ത്യ പോലെ ഒരു രാജ്യത്തല്ലാതെ മുസ്ലിങ്ങൾക്ക് ഇത്രയും സുരക്ഷിതരായി അഹംഭാവത്തോടെ അഹങ്കാരത്തോടെ ജീവിക്കാൻ മറ്റൊരിടത്തും സാധ്യമല്ലാതെ നമ്മൾ കണ്ടതാണ് ചെങ്കോട്ടയിലെ ഡോക്ടർമാരുടെ ഭീകരത. അവർക്കറിയാം ഇത് പിടിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ശിക്ഷയെ സംബന്ധിച്ച്, മാധ്യമങ്ങളിൽ ഉണ്ടാകാവുന്ന
വിമർശനങ്ങളെ സംബന്ധിച്ച് അവർക്കറിയാം. പക്ഷേ അവരത് ചെയ്യുന്നത് എന്തിനാ? മതത്തിന് വേണ്ടിയാണ്. കാഫിറുകളെ കൊന്നൊടുക്കാൻ വേണ്ടി റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷപദാർത്ഥം ഉൽപ്പാദിപ്പിക്കാനാണ് 72 ഡോക്ടർമാർ അവരുടെ എഫിഷ്യൻസി ഉപയോഗപ്പെടുത്തിയത്, അവരുടെ സമയം ഉപയോഗപ്പെടുത്തി. എല്ലാവരും സമ്പന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾ, വിദ്യാസമ്പന്നതയും ഏറിയ പങ്കിലുണ്ട്. പക്ഷേ ആ മതം തലച്ചോറിൽ ഇൻബിൽറ്റ് ചെയ്യപ്പെട്ടു പോയി. ആ സോഫ്റ്റ്വെയർ അഴിച്ചു പണിയാൻ അവര് നേടിയ MBBSകൾക്ക് സാധിച്ചില്ല. അവര് ഒരുപാട് സ്പെഷ്യലൈസ് ചെയ്തതാ ഓരോ വകുപ്പുകളിലും, സാധിച്ചില്ല. അവരുടെ സോഫ്റ്റ്വെയർ റീബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടന പരമ്പരകളായിരുന്നു ഇവര് ആസൂത്രണം ചെയ്തിരുന്നത്. എല്ലാം ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളും സമയങ്ങളും. അപ്പോ ഈ ഭീകരവാദ കേസിന്റെ അന്വേഷണത്തിൽ ഉയർന്നു വന്ന മെഡിക്കൽ പ്രൊഫഷണലുകളുടെ പങ്ക് ഞെട്ടിപ്പോയി ലോകം അത് കണ്ടിട്ട്. കാരണം 32 കാറുകളിലാണ് ഇവർ പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചിരുന്നത്. വിദ്യാഭ്യാസം അവരുടെ തീവ്രതയെ മാറ്റിയോ? ഇല്ല. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു കാർ സ്ഫോടനം നടക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സംഘം ഡോക്ടർമാർ പിടിയിലാകുന്നത് നമ്മൾ കാണുന്നത്. ഇവരെല്ലാവരും ആരായിരുന്നു? ഹരിയാനയിലെ ഫരീദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചില ഡോക്ടർമാരും മെഡിക്കൽ രംഗത്തുള്ളവരുമാണ് വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നത്. രാജ്യത്ത് വലിയ രീതിയിലുള്ള അട്ടിമറിക്ക്, അക്രമങ്ങൾക്ക് പദ്ധതിയിടുന്നത്. ഒരു മദ്യപാനി എവിടെ പോയാലും അവനെവിടെ മദ്യം കിട്ടുമെന്ന് നോക്കുന്നത് പോലെ ഇവരെവിടെ പോയാലും ഇവരെ പോലെ ചിന്തിക്കുന്ന, ഇവരെ പോലെ പ്രവർത്തിക്കുന്ന, ഇവരുടെ സമാനമായിട്ടുള്ള ചിന്താശക്തിയുള്ള ആളുകളെയാണ് ഇവർ നോക്കുന്നത്. അന്വേഷണ ഏജൻസികൾ ഇവരുടെ നൂലാമാലകൾ സകലതും പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്ത് പുറത്തിട്ടു. സ്ഫോടനം നടത്തിയ വാഹനത്തിന് പിന്നിലും ഈ സംഘത്തിൽപ്പെട്ട ഡോക്ടർമാരാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. ഇത് സമൂഹത്തിലുണ്ടാക്കിയ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു. പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അന്തിച്ചർച്ചകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. എല്ലാ മതപണ്ഡിതന്മാർക്കും ഇന്ന് യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം ഐഡിയുമുണ്ട്. ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ച് നമ്മൾ കണ്ടോ? സമൂഹത്തിലെ ജീവൻ രക്ഷാ മാർഗങ്ങളിൽ പ്രവർത്തിക്കേണ്ടവരായിട്ടുള്ള ഡോക്ടർമാർ, ജീവൻ നൽകേണ്ടവർ, ജീവൻ ഒരു രൂപത്തിലും ഒരു പോറല് പോലും ഏൽക്കരുത്, അതിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചത്, കോട്ടിട്ടത് എന്ന് എത്തിക്സ് പഠിച്ച ആളുകൾ മനുഷ്യനെ പൊട്ടിത്തെറിക്കാൻ, രുചിയിലോ മണത്തിലോ നിറത്തിലോ ഒരു വ്യത്യാസവും ഉണ്ടാകാത്ത തരത്തിലുള്ള റിസിൻ എന്ന് പറയുന്ന കാഫിറുകളെ കൊല്ലാനുള്ള വിഷദ്രാവകം ഉൽപ്പാദിപ്പിക്കാനല്ലേ അവരുടെ ബുദ്ധിയും കഴിവും പഠനവും പണവും ഒക്കെ അവർ വിനിയോഗിച്ചത്. കാരണം ഒരു ഫോറൻസിക് സർജനും കണ്ടെത്താൻ സാധിക്കില്ല ഈ സാധനം ഉള്ളിൽ ചെന്നിട്ടാണ് ഒരു വ്യക്തി മരിച്ചതെന്ന്. അപ്പൊ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇവർ ആകർഷിക്കപ്പെട്ടത് സുരക്ഷാ ഏജൻസികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ തന്നെ ആശങ്കയിലാഴ്ത്തി. കാരണം എന്താ? ചെറിയ പ്രായത്തിലെ ഇവർ വളർന്നു വന്ന പശ്ചാത്തലം, ഇവര് പഠിച്ചത്, ഇവര് പഠിപ്പിക്കപ്പെട്ടത്, ഇവര് കണ്ടത് എല്ലാം ഇതുപോലെയുള്ള ആശയങ്ങളായിരുന്നു. ഇപ്പം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായി ജീവിക്കുന്ന ഈ രാജ്യത്ത് വൈറസുകളായി മാറുന്നത് ആരാ? ഞാൻ മാത്രം മതി, എന്റെ ആശയം മാത്രം മതി, എന്റെ മതം മാത്രം മതി എന്ന് പറയുന്നത് ആരാ? ക്ഷേത്രങ്ങളൊക്കെ തല്ലി തകർക്കണമെന്നും ചർച്ചുകൾ പൊളിച്ചടുക്കണമെന്നും മസ്ജിദുകൾ മാത്രം മതി എന്നും പറയുന്നത് ആരാ? തട്ടമിട്ട പെണ്ണി രാജ്യം ഭരിക്കണം എന്ന് പറയുന്നത് ആരാ? ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും സന്തോഷ സൂചകങ്ങളെയും കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ഏത് ഇസ്ലാമിക രാജ്യത്താണ് മുസ്ലിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യ, പാകിസ്ഥാൻ. അത് കഴിഞ്ഞതാ 3-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തി നിൽക്കുക. 3-ാം സ്ഥാനത്ത് അവര് വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും പീഡിപ്പിക്കുകയും ചെയ്യപ്പെടുവാണെങ്കിൽ എങ്ങനെ അവർക്ക് ഇത്രയും ജനസംഖ്യ പെരുക്കാൻ സാധിക്കുക? ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ മുസ്ലിം സമൂഹമുള്ളത് ഇന്ന് ഇന്ത്യയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടുകൂടി പുറത്തിറങ്ങിയ ആഗോള സന്തോഷ സൂചികയിൽ ഫിൻലാൻഡ് പോലെയുള്ള നോർഡിക് രാജ്യങ്ങളാണ് സാധാരണയായിട്ട് സന്തോഷത്തിൽ മുൻപന്തിയിൽ വരാറുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ UAE, മലേഷ്യ തുടങ്ങിയ ഉയർന്ന നിലവാരം പുലർത്താറുള്ള പട്ടികയിൽ അവരുണ്ട്. ഈ റാങ്കിങ്ങുകളിൽ പൊതുവെ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സ്ഥാനം വളരെ പിന്നിലാണ്. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി.
ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയ ഒരു ജനസംഖ്യ എന്ന നിലയിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വിവിധ മേഖലകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെയും ഇവർ ഈ മതതീവ്രതയുടെ പുഴുക്കുത്തുകൾ വാരിയെറിയാൻ മടിക്കുന്നില്ല. അതാണ് നമ്മൾ TCS കണ്ടത്, ചെങ്കോട്ടയിൽ കണ്ടത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ കുട്ടികളെ മറയിട്ട് കർട്ടനിട്ട് പഠിപ്പിക്കുന്നു. എന്നിട്ട് അവര് പറയുന്നു, മുസ്ലിം അന്തരീക്ഷത്തിൽ MBBS പഠിക്കണമെങ്കിൽ ദാ ഞങ്ങളുടെ ഏജൻസിയെ സമീപിച്ചോളൂ. മുസ്ലിം ഡോക്ടറെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായിട്ട് ഇവർ മാറുന്നു. സാമൂഹിക സാമ്പത്തിക പുരോഗതി, സുരക്ഷാ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും സജീവമായി നിലനിൽക്കുന്ന, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് 6-ാം നൂറ്റാണ്ടിലെ മത ആശയത്തിലേക്ക്, അവരുടെ ആലയത്തിലേക്ക് ഈ പുതിയ ജനറേഷനിലെ കുട്ടികളെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടുന്നത് കണ്ടോ? സൗദി അറേബ്യ ശരീഅത്ത് നിയമം പൂർണ്ണമായിട്ടും വലിച്ചെറിഞ്ഞിട്ടില്ല, പക്ഷേ അവരുടെ രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന എല്ലാ ശരീഅത്ത് നിയമത്തെയും അവർ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ, ഭരണരീതി, പുതിയ പുതിയ മാറ്റങ്ങൾക്കും പരിഷ്കരണങ്ങൾക്കും അവര് ശരീഅത്ത് നിയമത്തെ മാറ്റി നിർത്തിയിട്ടാണ് അവര് പുതിയ ഭരണഘടന തന്നെ രചിച്ചത്. സൗദി അറേബ്യയുടെ ഭരണഘടന അനുസരിച്ച് ഖുർആനും സുന്നത്തുമാണ് അടിസ്ഥാന നിയമം. കുടുംബം, വിവാഹം, സ്വത്ത് തുടങ്ങിയ വ്യക്തി നിയമങ്ങളിലുമൊക്കെ, പ്രധാനപ്പെട്ട സിവിൽ കാര്യങ്ങളിലൊക്കെ ഇന്നും ശരീഅത്ത് നിയമങ്ങൾ തന്നെയാണെങ്കിലും അവസരം വരുമ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് പുതിയ നിയമങ്ങൾ എടുക്കാമെന്നാണ് MBS അടക്കം പറയാറുള്ളത്. പഴയ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെ മാത്രം ആശ്രയിച്ച് വിധിച്ച രീതികൾ ഇന്ന് നമുക്ക് പറ്റില്ല എന്ന്, ആ രീതികൾക്കൊക്കെ മാറ്റം വരുത്തി ആധുനിക അന്താരാഷ്ട്ര മാതൃകയിലുള്ള നിയമങ്ങൾ എഴുതപ്പെട്ട രൂപത്തിലാണ് ഇന്ന് അവരുടെ എല്ലാ രൂപത്തിലുള്ള കോഡിഫിക്കേഷനും നടക്കുന്നത്. പേഴ്സണൽ സ്റ്റാറ്റസ് ലോ ഉണ്ട്, അവർക്ക് സിവിൽ ട്രാൻസാക്ഷൻസ് ലോ ഉണ്ട്. ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര ശരീഅത്ത് നിയമത്തെ വലിച്ചെറിഞ്ഞതിന്റെ ഭാഗമാണ്. അതുപോലെ ക്രിമിനൽ നിയമങ്ങളിൽ വളരെ നൂതനമായിട്ടുള്ള മാറ്റങ്ങളിലാണ് സൗദി അറേബ്യ കൈവച്ചിരിക്കുന്നത്. രാജ്യത്ത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ആധുനികവൽക്കരണമാണ് അവർ കൊണ്ടുവന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചില കടുത്ത ശിക്ഷാവിധികളിൽ ഇളവുകൾ വരുത്തുകയും നിയമവ്യവസ്ഥ കൂടുതൽ സുതാര്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മതപരമായിട്ടുള്ള യാഥാസ്ഥിതിക രീതികളിൽ നിന്നും മാറി മാറി സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും ആധുനികവൽക്കരണത്തിലേക്ക് കുതിക്കുമ്പോൾ വിഷൻ 2030 എന്നൊരു വിഷൻ തന്നെയുണ്ട്. അങ്ങനെ വലിയൊരു പദ്ധതിയുണ്ട്. അതിന്റെ കീഴിൽ സൗദി ഭരണകൂടം വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ ഇവർ 6-ാം നൂറ്റാണ്ടിലെ ആ പ്രവാചകന്റെ തൊഴുത്തിലാണ് കൊണ്ടുപോയി കെട്ടുന്നത്. അപ്പോൾ ഈ രാജ്യം ഇവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഏതൊക്കെ രൂപത്തിലാണ് ഇവർ ദുർവിനിയോഗം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്.